അടുത്തതായി കണ്ട സർവമായ 100 കോടി അടിച്ചു. എല്ലാവരും അറിഞ്ഞായിരിക്കുമല്ലോ. മലയാളത്തില് കിടിലം ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ വന്നിട്ടും അതൊന്നും അങ്ങനെ 100 കോടി അടിക്കാനുള്ള ഒരു വകയില്ലായിരുന്നു. പക്ഷെ ഒരു നോർമൽ സാധാരണ ഒട്ടും ഹൈപ്പില്ലാതെ വന്ന് 100 കോടി അടിച്ചിട്ട് ചുമ്മാ പോയേക്കുവാണ് സർവമായ. അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ആരും ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടില്ല ഇത് കിടില സിനിമയാണ്, നിങ്ങൾ പോയി കാണാൻ വേണ്ടിയിട്ട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ആകെ നമ്മുടെ അടുത്ത് പറഞ്ഞത് നെവിൻ പോളി തിരിച്ചു വന്നു, സിനിമ കൊള്ളാം പക്ഷേ നെവിൻ പോളി തിരിച്ചു വന്നു. ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഈ സിനിമ ഇത്ര ഹൈപ്പ് കയറിയത്. നെവിൻ പോളി ഇങ്ങനെ ഓടുന്നതൊക്കെ പണ്ട് പഴയ സിനിമയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വീണ്ടും തിരിച്ചു വന്നേക്കുവാണ് നെവിൻ പോളി. ആളുടെ ഫിസിക്കും എല്ലാം ഇപ്പോൾ കിടിലുമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 6 പാക്ക് ഒന്നും ഇല്ല സ്റ്റിൽ. അപ്പോൾ നെവിൻ പോളിയുടെ തിരിച്ചു വരവാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ സ്റ്റിൽ രണ്ടും ഒരേ തട്ടി തന്നെ ഇരിക്കുവാണ്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഗുഡ് പ്രേതം, നല്ലൊരു പ്രേതമാണ് നമ്മുടെ സിനിമയിലുള്ളത്. അത് റിലേറ്റബിൾ, നമുക്ക് മുന്നേ നല്ല പ്രേതം വന്നിട്ടുണ്ട്, നമ്മുടെ ദിലീപും കുഞ്ഞാത്തോളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോഴ് നല്ലൊരു പ്രേതം വന്നത് എന്താണെന്ന് വെച്ചാൽ ആള് എപ്പോഴും ടീഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട് നമ്മളെപ്പോലെ സ്ക്രോൾ ചെയ്ത് നടക്കുന്ന ടൈപ്പ് ഓഫ് പ്രേതമാണ്. അപ്പം എല്ലാവർക്കും അത് റിലേറ്റബിൾ ആണ്. ഞാനിപ്പോൾ മരിച്ചു പോയാലും ഞാൻ എങ്ങനെയൊക്കെ അല്ലേ നടക്കുള്ളൂ, അല്ലാതെ നമ്മൾ ചെന്ന് പേടിപ്പിക്കത്തൊന്നും ഇല്ലല്ലോ.